ഇപ്പോൾ എ റഹീം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. മോദി കൊടുത്തുവിട്ടിരിക്കുന്ന ചാപ്പയിൽ മനുഷ്യൻ്റെ ആത്മാഭിമാനം കളങ്കപ്പെടും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അത് കാണാതെ പോകും. ഞങ്ങൾ എതിർത്തതും അതിൻ്റെ ഗ്രൗണ്ടിലാണ്. അത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിൻ്റെ ലംഘനമല്ലേ? എന്താ ലീഗിൻ്റെ അഭിപ്രായം? എന്താ കോൺഗ്രസിൻ്റെ അഭിപ്രായം? സൗജന്യം കിട്ടിയ വീട്ടിൽ കിടക്കുന്നവനാണ് എന്ന ബോധം ഒരു മനുഷ്യനിൽ ഉണ്ടാകാൻ പാടില്ല, മലയാളിക്ക് ഉണ്ടാകാൻ പാടില്ല. അത് മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തും. എന്തേ അത് മനസ്സിലാക്കാൻ ഷാജി കഴിയാത്തെ? ഷാജി ഇന്ന് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ വേറൊന്നും ചെയ്തില്ല, ഈ മോദിയുടെ പടമൊന്നുമില്ല എന്നാണല്ലോ പറഞ്ഞത്. മോദിയുടെ പടം വേണ്ട, മോദിയുടെ പടത്തിൻ്റെ കാര്യം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലൊരു മാധ്യമപ്രവർത്തകൻ അനൂപ് ദാസ്, അദ്ദേഹത്തിൻ്റെ യാത്ര, ഉത്തരേന്ത്യൻ യാത്രയിൽ ഡയറിയിൽ അദ്ദേഹം നടത്തിയ ഒരു സ്റ്റോറി നിങ്ങളുടെ ഒരു ചാനൽ പ്രക്ഷേപണം ചെയ്തതാണ്. കണ്ടോ? വീട് കണ്ടോ? ഷാജി പറഞ്ഞ, ഷാജിയുടെ സ്വപ്നത്തിലെ മോദിയുടെ ചാപ്പയാണിത്. കണ്ടോ? ഒരു വീടിൻ്റെ പുറത്ത് ഇരുന്നില്ല. അടുത്ത് അതിൽ തന്നെ കാണാം. ആ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷാജിയുടെ സ്വപ്നത്തിലെ വീടാണ്. കണ്ടോ? ഏത് ചാപ്പ? ഇതുപോലെ സ്ഥിരം ബോർഡ് വെക്കാനാ. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇന്ന് രാവിലെ ശ്രീ ഷാജി പറയാണ്, ഞാൻ മോദിയുടെ പടം വെക്കാൻ പറഞ്ഞില്ലല്ലോ എന്നാണ്. ഇങ്ങനെ അടിച്ചു വെക്കാനാ, ഇങ്ങനെ പെർമനൻ്റായ ബോർഡ് വെക്കാനാ ഷാജി പറഞ്ഞത് മോദി? PMAY അർബൻ 2ാം ഘട്ടം എത്തിയപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് എന്താ പറഞ്ഞത്? ഇങ്ങനെ സ്ഥിരം ബോർഡ് വെച്ച് ചാപ്പയടിക്കാൻ മലയാളിയുടെ വീട് കിട്ടില്ല. ഇതാണ് തർക്കം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അടിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്കെല്ലാം വീടുണ്ടല്ലോ, നമുക്കെല്ലാം ആത്മാഭിമാനം ഉണ്ടല്ലോ. എന്താ ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് ടു ലൈഫ് പറഞ്ഞ് എത്ര കോടതി വിധികളാണ്, സുപ്രീം കോടതി വിധികളാണ് റൈറ്റ് ടു ലൈഫിനെ വിശദീകരിച്ചത്? ഇന്ന് രാവിലെ നടത്തിയ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പോലും മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെക്കുറിച്ചുള്ള ഒരാശങ്കയും ശ്രീ ഷാജി മിനിസ്റ്റർക്കില്ല. അദ്ദേഹം അത് പ്രകടിപ്പിച്ചേ കാണുന്നില്ല. ഈ മലയാളിയുടെ ആത്മാഭിമാനം അത് വ്രണപ്പെടും ഇങ്ങനെ വെച്ചാൽ എന്ന് ഷാജിക്ക് ആരാണ് ഇനി പറഞ്ഞു കൊടുക്കുക? ഇപ്പോൾ നമ്മളെല്ലാവരും ലോൺ എടുത്ത് വീട് വയ്ക്കുന്നവരാണല്ലോ. ആ ബാങ്ക് പറയുകയാണ്, ഞാൻ കടന്നുകൊണ്ടാണ് നിനക്ക് വീട് വയ്ക്കാൻ പറ്റിയത്. നിൻ്റെ വീടിൻ്റെ ചുവരിൽ ഒരു സ്ഥിരം എൻ്റെ ലോഗോ വെക്കണം, ഒരു ബോർഡ് വെക്കണം എന്ന് പറഞ്ഞാൽ നമുക്കാർക്ക് പറ്റും? അത് സാധിക്കുമോ? ഞാൻ ലോൺ തന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് വെക്കാൻ പറ്റില്ലല്ലോ, പിന്നെന്താ വെച്ചാൽ കുഴപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ? എനിക്ക് വെക്കാൻ പറ്റുമോ? നമ്മുടെ ആത്മാഭിമാനത്തെ എങ്ങനെയാണ് ബാധിക്കുക? ഇത് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, ഭരണഘടനാ മൂല്യങ്ങളുടെ ലംഘനമാണ് എന്ന പ്രശ്നം ഈ നിമിഷവും ഇപ്പോൾ ശ്രീ ഷാജി നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല. ലീഗിന് നിലപാട് തന്നെയാണോ എന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാനപ്പെട്ട തങ്ങളും വ്യക്തമാക്കണം. ഇത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. വളരെ ചെറിയൊരു തുക എറിഞ്ഞു കൊടുത്തിട്ടാണ് തൻ്റെ പദ്ധതിയിലെ വീടെന്ന് സ്ഥിരം ബോർഡ് വയ്ക്കാൻ പ്രധാനമന്ത്രി ഈ അല്പത്വം പറയുന്നത്. ആ അല്പത്വം ആവർത്തിക്കാൻ ലീഗിനും UDF-നും എന്ത് രാഷ്ട്രീയ ബാധ്യതയാണുള്ളത്? വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ സഹായം ചെയ്യേണ്ടത് ഒരു സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്നത് മറന്നുകൊണ്ടാണ് മോദി സർക്കാർ ബ്രാൻഡിംഗ് നിബന്ധന അടിച്ചേൽപ്പിക്കുന്നത്. മോദി ഭരണഘടനാ മൂല്യങ്ങളെ അവഗണിക്കുമ്പോൾ അത് അനുകരിക്കാനല്ല കേരളം ശ്രമിക്കേണ്ടത്. മന്ത്രി KM ഷാജിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് എ റഹീം.